ഇന്ന് ഞങ്ങളൊരു കല്യാണപ്പുടവ എടുക്കാൻ പോവുകയാണേ. ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഷുവിൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ് ഒക്ടോബർ 26-ാം തീയതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കല്യാണപ്പുടവ എടുക്കാൻ വേണ്ടി പോകുന്നതാണേ. നമ്മൾ 2 ടീമായിട്ടാണ് പോകുന്നത്. ഒരു കാറിൽ ഞാനും വൈഷുവും പിന്നെ ബ്രദറും അവൻ്റെ ഫ്രണ്ടും കൂടിയിട്ടാണ് പോകുന്നത്. പകുതിയിൽ നിന്ന് നമ്മൾ പെൺകുട്ടിയും കൂടെ കൂട്ടും കേട്ടോ. അപ്പോൾ അവളുടെ ഹോസ്റ്റലിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളാണ് ഫസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. മറ്റേ ടീംസൊക്കെ കുറച്ച് ലേറ്റായിട്ടേ ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇറങ്ങി നേരെ തന്നെ അവൾ ഹോസ്റ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെയും കൂട്ടി നമ്മൾ കണ്ണൂർ അനശ്വര സിൽക്സ് നിന്നാണ് കല്യാണ സാരി എടുക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ കല്യാണത്തിനും അവിടെ തന്നെയായിരുന്നു ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അനശ്വര സിൽക്സിൽ എത്തിയപ്പോഴേക്കും അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ കല്ലുമ്മക്കായും ചായയൊക്കെ കഴിക്കാമെന്ന് കരുതി നേരെ ഒരു ഹോട്ടലിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ കല്ലുമ്മക്കായ്ക്ക് പോയതാണെങ്കിൽ അവിടെ കല്ലുമ്മക്കായ മാത്രം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തോ ഒരു സ്നാക്സും കൂടി കഴിച്ച് അവർ വന്നെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അനശ്വര സിൽക്സിലേക്ക് കയറി. അവിടെ കയറിയിട്ട് പകുതിയിലെത്തിയപ്പോൾ അവരിത് അവിടെ നിൽക്കുന്നു. പിന്നെ നേരെ കല്യാണ സാരി എടുക്കാനാണ് ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. കല്യാണ സാരി എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഡ്രസ്സ് എടുക്കാമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. അങ്ങനെ കല്യാണ സാരി നോക്കാൻ പോകും. വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് സെലക്ട് ചെയ്തിട്ടൊക്കെ എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സാരീസൊക്കെ കാണിച്ചു തന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ട കളർ പിങ്ക് ഷെയ്ഡാണെന്ന് പറഞ്ഞുകൊണ്ട് പിങ്ക് ഷെയ്ഡ് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പിങ്ക് കളറൊക്കെ സാരീസൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവളോട് സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഒരു 4-5 സാരി സെലക്ട് ഒക്കെ ചെയ്ത് വെച്ചു. എന്നിട്ട് അതിൽ നിന്ന് 4-5 സാരി സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ലാസ്റ്റ് ഫൈനലായിട്ട് ഒന്ന് സെലക്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് അവൾക്ക് ഉടുപ്പിച്ചിട്ടൊക്കെ നോക്കുന്നുണ്ട്. എല്ലാവരും ഓരോരോ അഭിപ്രായം പറയുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഇത് 2 പേരും അവിടെ ഇരുന്ന് ഭയങ്കര തള്ളി മറിക്കലായിരുന്നു. ഇവരെ കൂടെ ഒന്നും കൂടിയിട്ട് ഒരു കാര്യമില്ല, സമയം വെറുതെ പാഴാണെന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ അവർ അവിടെ നിന്ന് ഇങ്ങനെ തള്ളി മറിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കൂടെയുള്ള ആൾക്കാരെ ഒന്നും കാണാനായിട്ട് തപ്പിപ്പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ പോയെന്ന് അറിയില്ല. പിന്നെ നല്ല വിശപ്പും ദാഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരതിനുള്ളിൽ നിന്ന് ചായയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 2-3 ചായയെങ്കിലും ഞാനും കുടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ ജെൻസിൻ്റെ സെക്ഷനിലെത്തി ചെക്കനുള്ള ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ട്. നമുക്ക് പിന്നെ കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ ഇതാണല്ലോ മെയിൻ പരിപാടി. അങ്ങനെ വൈശയൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു ചെണ്ടക്കാരനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതവനെ ഒഴിവാക്കി തിരിച്ച് ഓരോന്നും ജസ്റ്റ് എല്ലാവരും നോക്കിക്കൊണ്ടും നമ്മൾ വെറുതെ ഇരുന്ന് അവിടെ തമാശയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ചിരിച്ചു. പിന്നെ എല്ലാം കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കണമല്ലോ എന്ന് പറഞ്ഞത് നമ്മൾ എവിടെ പോകും, എങ്ങനെ എന്ത് കഴിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചർച്ച ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഹോട്ടലിലേക്ക് പോയി. ഹോട്ടലിൻ്റെ പേര് ഞാൻ നോക്കാൻ മറന്നുപോയി. അങ്ങനെ ഹോട്ടലിലേക്ക് ഒരു ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി തിരിച്ച് വന്നിട്ടുണ്ട്. അനശ്വര സിൽക്സ് തന്നെയാണ് വന്നത്. അവിടെ നിന്നിട്ട് ഇനി ബാക്കിയുള്ളവർക്ക് കൂടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കല്യാണ സാരി എടുത്തു, പിന്നെ റിസപ്ഷൻ ഡ്രസ്സൊക്കെ എടുത്തു. ഇനി ബാക്കിയുള്ളവർക്കും കൂടി എടുക്കാനാണ് നമ്മൾ പിന്നെ ഫുഡ് കഴിച്ച് വന്നിട്ട് പോയത്. അങ്ങനെ ഒരു 6 മണിയായപ്പോഴേക്കും ബാക്കിയുള്ള എല്ലാവർക്കും കൂടി ഡ്രസ്സും കൂടി എടുത്തു. ഇനി ഇവരൊക്കെ വീട്ടിലേക്ക് പോകും. നമ്മൾ പെൺകുട്ടിക്കുള്ള ആക്സസറീസൊക്കെ വാങ്ങിക്കണം, ചെരുപ്പൊക്കെ വാങ്ങിക്കണം. അങ്ങനെ ഇവരെ പറഞ്ഞേച്ച് നമ്മൾ നേരെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വീണ്ടും പോയി. പിന്നെ രാത്രി 9 മണിയായപ്പോഴാണ് വീട്ടിൽ തിരിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.